ഞാൻ പെസ്സിന്റെ ഒരു ഫസ്റ്റത്തെ ആദ്യത്തെ വീഡിയോയാണ് ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ ഒരു ഇതിന്റെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ പെസ് 1 ബില്യൺ ഡൗൺലോഡ്സ് ആയിട്ടുണ്ട്. ഈ 1 ബില്യൺ ഡൗൺലോഡ്സ് ആയതുകൊണ്ട് നമ്മുടെ പെസ് ഒരു പാക്ക് ഇറക്കിയിട്ടുണ്ട്. എപ്പിക് പാക്ക് ഇറക്കിയിട്ടുണ്ട്. അതില് വന്നിരിക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കും വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തരാം. സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിലാണ് അവര്. നമ്മുടെ പെറൂസി ഉണ്ട്, റൊണാൾഡീഞ്ഞോ ഉണ്ട്, ജെറാൾഡോ ഉണ്ട്. ഇവര് 3 പേരുടെ പാക്കാണ് ഇപ്പോ നമുക്ക് നിലവിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഉള്ളവരുണ്ടോന്ന് അറിയില്ല. ഇതിനായിട്ടൊരു ടോക്കൺമാര് സംഭവം ഉണ്ട്. അത് 4 എണ്ണമാണ് ഇപ്പൊ എനിക്കുള്ളത്. ഇതിന്റെ സ്പിന്നിങ് 9-ാം തീയതി തുടങ്ങും. ഇതിന്റെ വീഡിയോ കുറച്ച് ഗെയിംസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ വൈകി. അപ്പോ ഇന്ന് ഡേറ്റ് എത്രയാണ്? ഇന്ന് 6-ാം തീയതിയാണ്. നമുക്കൊരു 3 ദിവസം കൂടെ അല്ലേ? 3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സാധനം കിട്ടിയിരിക്കും. 2-3 ദിവസം വെയിറ്റ് ചെയ്താ നമുക്ക് ഈ സാധനം വരും. ഇത് 7:30ക്കാണ്. 9/4/2026 7:30ക്കാണ് കൊടുത്തുന്നത്. 1 ബില്യൺ ഡോളേഴ്സിന്റെ പാക്ക് ആയതുകൊണ്ട് കൊണാമി എല്ലാവർക്കും വിതരണയാണത് സംഭവം. എന്താ പറയാൻ വേണ്ടത് അറിയില്ല. അപ്പോ അല്ല കേസിട്ട് മിനിറ്റ് ഇതെന്താ 1 ബില്യൺ ഡോളേഴ്സും 5 ഉണ്ട് റിമൈനിങ്. അപ്പൊ നമുക്ക് 3 പ്ലേയേഴ്സ് ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിൻ ആയിട്ടൊന്നും അല്ല, നമ്മുടെ ഡിവിഷൻ 1 ഉള്ളൊരു റോഡ് ടു ഡിവിഷൻ 1 എന്നുള്ളൊരു ഇതിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുള്ളത്. അപ്പോ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാരും പിന്നെ ഷെയർ ചെയ്യും ഈ വീഡിയോയിൽ അടുത്തേക്കും എല്ലാവരെയും അറിയിക്കാൻ. ഇതെന്താ എന്തൊരു എപ്പിക്കിന്റെ ഒരു റിയൽ ഡീല് റൗളിന്റെ ഒരു ഡീൽ പാക്കിന്റെ ആണത്. നമുക്കത് റിവാർഡ് ആയിട്ട് എടുത്തേക്കാം. നമുക്കൊരു സ്പിൻ ആയിട്ടുണ്ടാവും കോൺട്രാക്റ്റില്. വന്നിട്ട് കോൺട്രാക്ട് അതല്ല. ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഡിവിഷൻ എനിക്ക് തോന്നുന്നത് 6 ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോ നമ്മള് ഡിവിഷൻ 6-ൽ നിന്ന് 1-ലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം. 7 ആയിരുന്നു എന്റെ. അപ്പൊ നമുക്ക് റൗളിന്റെ ട്രാക്ക് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഇത് എന്തിനാ എനിക്ക് എനിക്കറിയില്ല. കൊണാമിക്ക് സന്തോഷാവും. കൊണാമിക്കും വേണ്ട ഒരു എൻജോയ്മെന്റ് ഒക്കെ, അതുകൊണ്ടാവും. 1 സ്റ്റാർ റേറ്റഡ് കാർലോസേ, എന്താ പറയാ, ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് റിലീസ് ചെയ്ത് വിടാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, വെറുതെ വരൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ടൈം വൈകിരിക്കുന്നില്ല, നേരെ അവിടെ PvP മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു മാച്ച് കളിക്കും, നാളെ ഒരു മാച്ച്. അങ്ങനെ നമ്മുടെ ഈ വെക്കേഷൻ 2 മന്ത്സിൽ എത്രത്തോളം മാച്ച് നമ്മൾ കളിക്കും അത്രത്തോളം മാച്ച് കൊണ്ട് നമ്മളെ എത്ര വരെ നമ്മൾ PvP കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഇതാ ചലഞ്ച്. ശരിയാണ് ഗൈസ്, ഡിവിഷൻ 6 ആണ്. അപ്പോ നമുക്ക് എങ്ങനെ ഡിവിഷൻ 5 എങ്കിലും എത്തിക്കണം. പിന്നെ 4, 3, 2, 1 ഇതാണ് എന്റെ ആഗ്രഹം. എന്റെ കൂട്ടുകാരൻ 4-ലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് അവന്റെ ഒപ്പെങ്കിലും 4 വരെ എത്തിക്കണം നമ്മുടെ ഈ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ്. അപ്പോ നമ്മൾ ഈ ഗെയിം തുടങ്ങാൻ പോവാണ്. അപ്പൊ ഈ ഗെയിം എന്തായാലും വരുന്ന വഴിക്കും നിങ്ങളെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതന്നെയാണ്. സോ നമ്മൾ നമ്മുടെ നേരെയുള്ള വീഡിയോയിലേക്ക് പോവാം. അതെ, നമ്മുടെ ടീം റെഡി ആവുന്നുണ്ട്. ടീം ഏതായിരുന്നു അറിയില്ല. ഒറ്റ പുള്ളിയിലൊക്കെ ആയിരിക്കും കളിക്കാൻ. വേസ്റ്റ് 2 പുള്ളി ഉണ്ട്. നമ്മുടെ റേഞ്ചിന്റെ കാര്യമാണത്. റേഞ്ച് അല്ലേ, വിശ്വസിച്ചെങ്കിലും ഇല്ലെങ്കിലും പറ്റൂല. മരിക്കട്ടെ ഗൈസ്, ഇവിടെ ലൈറ്റ് ആണ്. എന്തായാലും നിങ്ങള് വൈകിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ടീം വന്നിട്ട് കാണാം. സോ ഗൈസ്, നമ്മുടെ ടീം വന്നിട്ടുണ്ട്. അയാം അലോണിന്റെ ഒപ്പമാണ്. 3109 സ്ട്രെങ്ത് ഉള്ള ഒരുത്തന്റെ ഒപ്പമാണ്. ബാർസലോണയുടെ ഒപ്പം നമ്മുടെ ടീം ബ്രസീലാണ്. നമുക്ക് ജേഴ്സി ഒക്കെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തേക്കാം. നമുക്ക് ബ്ലൂ മതി. അവന്റെ ജേഴ്സി കുറെ ഉണ്ടാവുമായിരിക്കും. ഇതെല്ലാം വൈറ്റ് എടുക്കാം. മതി. വൈറ്റ് അത് ഗ്രേയോ ഇല്ല പീച്ച് കളറോ ഒന്നുണ്ട്. പിന്നെ അതാണ് നമ്മുടെ ടീം. എതിർ ടീം നമുക്ക് നോക്കാം. ഇതാണ് എതിർ ടീം. അത്യാവശ്യം നല്ല ടീമുള്ളൊരു രാജ്യമാണ് ഈ ബാർസലോണ. അപ്പൊ ഇവന്റെ ടീമും നല്ല അത്യാവശ്യം കട്ടയാണ്. നമ്മള് കഴിയുന്നോളം പിടിച്ചു നിർത്താൻ ശ്രമിക്കണം. ഒറ്റ കളിയൊന്നും കളിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോ നമ്മുടെ ഈ സ്ട്രെങ്ത്തും അവന്റെ സ്ട്രെങ്ത് വെച്ചിട്ട്
കളിച്ച് ജയിച്ചില്ലെങ്കിൽ നാണക്കേടാണ്. പക്ഷെ ഡിവിഷൻ 6 ആയതുകൊണ്ട് പാടാവും എനിക്ക് ഡൗട്ടാണ്. നമുക്ക് നോക്കി നോക്കാം. ഓ, ഈ ഒപ്പോണന്റിന്റെ സെറ്റിങ്സ് മാറ്റുന്നുണ്ട്. എനിക്ക് ഭ്രാന്ത് കയറുന്നുണ്ട്. എന്തോ മാറ്റണം, ഒന്നും മാറ്റില്ല. വെറുതെ ടീം വളരാൻ വേണ്ടിട്ട് ഇനി കുറെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇവന്റെ മാനേജർ ആരാണ്? ചെങ്ങായി ആരാണ്? ഗൈസ്, ഇവൻ നല്ല ടീമുണ്ട്. ഇവൻ എന്റെ മാനേജറിനെ മാറ്റിട്ടില്ല. അതാണ് മെയിൻ കാരണം. നമ്മുടെ ഈ റൗളിനെ നമ്മൾ ഇത്തിരി ഒരു ഫ്രണ്ടിലേക്ക് വെക്കുകയാണ്. മതി, ഇത് മതി. സോ മലോണിന്റെ ഒപ്പം നമ്മളൊരു കളി തുടങ്ങാം. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം നിങ്ങളോടേക്ക് പറയാനുണ്ട്. അത് ഈ ഗെയിം പ്ലേ കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം. ഓ, മാമി ശ്രദ്ധിക്കല്ലേ. ഇന്നലെ ഞാനൊരു ഗെയിം കളിച്ചിരുന്നു ദീപസിന്റെ തന്നെ. പക്ഷെ ഒരു ഒറ്റ പുള്ളി കൊണ്ട് കളിച്ചിട്ട് ഞാൻ ഡ്രോ എത്തിച്ചു. ഇന്ന് പക്ഷെ അങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നമുക്ക് പൊടിച്ചു നിർത്തി ജയിച്ചേ പറ്റുള്ളൂ. അതാണ് പാർട്ടിക്കാരാണ് ഗൈസ്. നിങ്ങൾക്ക് അതിന്റെ ശബ്ദം പ്രശ്നം ഉണ്ടാവും, അറിയില്ല. അതായത് നമ്മുടെ കളി പാർട്ടിക്കാര് ജീപ്പിൽ പോവാണ്. അപ്പൊ നമ്മള് നേരെ കുയിറ്റിട്ടു. റൈക്കാർഡ് ജോസ്കോ ടു കന്നവാരോ, കന്നവാരോ ടു വരാന്റെ പന്ത് പോയിട്ടുണ്ട്. റൈക്കാർഡ് വരാനെ ചെല്ല് കന്നവാര വെയിറ്റ് ചെയ്യിക്കല്. പിന്നെ നമ്മള് ഓക്കെ. ഹസാർഡിന്റെ ഒരു ഹെഡ് ത്രോ വെച്ചിട്ടുണ്ട്, പക്ഷെ പോയിട്ടില്ല. നമ്മള് റൈക്കാർഡിനെ ത്രോ വെച്ചിട്ടുണ്ട്. ഹസാർഡ് വെച്ചിട്ടുണ്ട്. ഹസാർഡ് കുയിറ്റാണ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു അവിടെ. മെല്ലെ പോയിട്ട് ഇടിച്ചാ പോരെ. വെറുതെ ഇതിന്റെ ഇടയക്കൂടെ എന്താ വകേനെ ഇത് വയ്യക്ക്. അതാണ് സത്യം. ഒരു ആവശ്യമില്ല. കുയിറ്റിനോട് മെല്ലെ പിടിച്ചാൽ മതി. കീപ്പറിനോട് വിളിച്ചിട്ടാ മതി. അടുത്ത ഈ കളി നമ്മൾ പിടിച്ചിട്ടുള്ളൂ. ടിംബർ വരാനാണ്. റൗള്, ടിംബർ, എംബാപ്പിയാണ്. ഒരു ക്രോസ് വെക്കാം. എടാ, ക്രോസ് പോയില്ല. പക്ഷെ ട്രൈ ആയിരുന്നു. നമ്മുടെ വരാൻ ടു റൗള് പന്ത് പോയിട്ടുണ്ട്. റോബർട്ടോ നമ്മുടെ അലക്സ് എടുത്തിട്ടുണ്ട്. റൗളിന് വെച്ചിട്ടുണ്ട്, പക്ഷെ റൗളിന് പോയിട്ടുണ്ട്. എംബാപ്പി എടുത്തിട്ടുണ്ട്. ജോസ്കോ റൈക്കാർഡ് എടുത്തിട്ടുണ്ട്. റൈക്കാർഡിൽ നിന്ന് ക്വിറ്റിന് വെക്കാം. ക്വിറ്റ് ടു റൗൾ ടു ടിംബർ ടു എംബാപ്പെ, കെലിയൻ എംബാപ്പെ ടു ടിംബറിൽ നിന്ന് അടിപൊളി ക്രോസ് വെക്കാം. ഗൈസ്, എംബാപ്പി ക്വിറ്റാണ്. വേണ്ട. ഓ ഗൈസ്, പന്ത് വിട്ടുണ്ട്. എന്നവരാണ്. റൈക്കാർഡിന് വെക്കാം. റൈക്കാർഡ് ടു റൗളിന് വെക്കാം. റൗൾ ടു ഹസാർഡ്, അടിപൊളി ക്രോസ്. ഫിനിഷ് ചെയ്തോ ഗൈസ്. തേങ്ങ അല്ല. ഇപ്പോ ടിംബർ കന്നവാരോ എടുത്തോ. ക്ലിയർ ചെയ്തോ. കുയിറ്റ് നമുക്ക് ഇവിടെ വെക്കാം. പന്തെടുത്തോ. വരാനെ കട്ട് ചെയ്തടാ ഗൈസ്. ഫസ്റ്റത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മളിത് മതി. നാളത്തെ എനിക്ക് എന്തിനു കാട്ടുന്നു. എനിക്ക് ഒരു കേടുമില്ല. വെറുതെ കടന്നിട്ട് ഓരോ പ്രഹസനം. ആരെ കാണിക്കാന്ന് വെച്ചാൽ എനിക്കും അറിയില്ല വരാണ്. അടിച്ചോ. ത്രൂ ബോൾ. ത്രോ ആർക്കാണ്? അവർക്കോ? നമ്മുടെ ഹസാർഡ് വിചാരിച്ചൊന്ന് പന്തെടുക്കാനേ ഉള്ളൂ. കന്നവാരോ വരാൻ വെച്ചിട്ടുണ്ട്. വരാൻ ടു നമ്മുടെ റൗൾ ടു ടിംബർ വന്നിട്ടുണ്ട്. മിസ് പാസ് ആണ് വന്നിട്ടുള്ളത് അവിടെ. വരാൻ സൈഡിൽ നോക്കാം. ഓക്കെ. മൈക്കാനെ ഇങ്ങണ്ടല്ലോ. അത് ബോളാണ്. കാരണം ഫ്ലിപ്പോ വന്നു, ഒറ്റ അടി കൊണ്ട് കൊടുത്തു. കണ്ടോ?
മൈഗ്നാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല പുറത്ത് കിട്ടാ മതി. ഇവര് കോർണർ ആയില്ലേ ഇപ്പൊ അവർക്ക്. ഉള്ളിക്ക് എങ്ങനെ ആണെങ്കി അടിപൊളിയാവും. കറക്റ്റ് ഗോളിനുള്ളൊരു ചാൻസ് ആണ് നമുക്ക്. ഇപ്പൊ മെസ്സിയാണ്. അങ്കര മെസ്സി അങ്കര മെസ്സി അങ്കര മെസ്സി ഹസാഡ് എടുത്തിട്ടുണ്ട്. ഹസാഡ് ഒടുക്കോ ഒടുക്കോ മണ്ടിക്കോ 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 ഒരു അടിപൊളി ത്രോ വയ്ക്കാം. നമ്മുടെ എംബാപ്പെ 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 വന്നിട്ടുണ്ട് സാറില്ല. കന്നമാര് പിന്നാലെ അടിക്കോ കിട്ടും 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 അങ്ങനെ. The first half has begun. ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ 45 മിനിറ്റ് നമുക്ക് ചെങ്ങായി ടീമിന്റെ നമ്മുടെ ടീമിന് മാറ്റം വരുത്തിക്കാം. CMF ഒക്കെ പിന്നെ ഇറക്കാം. അവന്റെ പേരെന്തായിരുന്നു? ഓർക്കോൺ പറഞ്ഞിട്ടുള്ള ചെങ്ങായി ഇറക്കാം. നമ്മുടെ LB ജോസ്കോ വേണം. പിന്നെ GK മൈഗ്നാൻ. ഓക്കെ, ടീം റെഡി ആയിട്ടുണ്ട്. ടീം കണ്ടീഷൻ ഓർക്കോൺ ക്വിറ്റ് ഫോം ആണ് വരാന്. കുഴപ്പമില്ല. ഓക്കെ, തുടങ്ങാം. ഫോം ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്ക് പിടിക്കണം. എങ്ങനെയെങ്കിലും 2 ഗോളെങ്കിലും അടിക്കാൻ നോക്കണം. അല്ലെങ്കിൽ തോൽവിയായി. ഒരു ഗോളെങ്കിലും നമുക്ക് അടിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മള് എങ്ങനെയെങ്കിലും അടിച്ചേ പറ്റുള്ളൂ. വെച്ചാൽ അവർക്കാണ്. ഡിസൈർ ടു ഹുജീസൻ റൗള് ഉറക്കം എടുത്തെടുത്തെടുത്ത് പോട്ടെ 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 പോട്ടെ. പേടിക്കല് 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 പേടിക്കല്. ഗായ്സ് എന്തറിയില്ല, ഒരു കയ്യില് സ്മൂത്ത് കിട്ടുന്നില്ല. നമുക്ക് മറ്റേ സ്ലീവ്സ് വാങ്ങണം. പ്രഷർ ഇതാക്കാം. പ്രഷർ പന്തിനിടാം. വാടാ വേനെ ഐസ് കന്നാരോ. അത്രേ ഉള്ളൂ. പ്രഷർ 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 റിപ്രഷർ റിപ്രഷർ പ്രഷർ. യെസ്, റൗള് 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 റൗള്. ടിംബർ ടു അടിപൊളി ത്രോ വെച്ചിട്ടുണ്ട്. എടാ സോറി ഗൈസ്, ഒരു അബദ്ധം പറ്റിയവിടെ. വരാനേ മിസ്പാസ് ഇതൊക്കെ. ഗായ്സ് വമ്പൻ ടാക്കിൾ ചെയ്യുന്നത് ഇഷ്ടായി. നൈസ് പ്ലേ. എങ്ങനെയാണത്? കോർണറിലോ? കോർണറാണോ? ആരുടെ പോയി ഞാൻ ചോദിച്ചില്ല പെട്ടെന്ന്. നമ്മള് മെസ്സി തന്നെയാണ്. സാറില്ല. റൗള് റണ്ണിങ് എടുക്കട്ടെ. ഞാൻ വിചാരിച്ചിരുന്നത് റൗൾ ഇവിടുത്തന്നെ കട്ടെ കൈ പഠിക്കേ കൊടുക്കുള്ളൂ. നൈസ് ഡ്രിബിൾ ആൻഡ് നൈസ് സേവ് ഫ്രം മൈഗ്നാൻ. ചങ്ങായി കീപ്പിംഗ് നന്നായി നിൽക്കുന്നുണ്ട്. നമ്മുടെ മൈഗ്നാൻ. ഏടോ, ഇത് എത്രാമത്തെ കോർണറാണ് വ്യക്തികൾക്ക് ഭ്രാന്ത് കയറിയിട്ട് കേക്ക്. പക്ഷേ ഇത് വേഗം കളിക്കൂ. ഇയാടെ പോയിട്ടുണ്ട്, കളി പോയിട്ടുണ്ട്. നമുക്ക് പിടിക്കണം എങ്ങനെങ്കിലും. റൈക്കാർഡ് വരാന്. ടിംബർ വരാന്. കന്നമാരട്ടു. എടാ അടിക്കേ. സെറ്റ് ടീം, അവരുടെ സെറ്റ് ടീം വരുമ്പോ നമുക്കൊന്നും എല്ലാം എനിക്ക് പറ്റും. പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നമ്മള് പെട്ടെന്ന് ഒരു 3 ഗോൾ അടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാട്ടണം. എന്താ കാട്ടണോടെ?
എന്താ തുടങ്ങട്ടെ സാറേ, എന്ത് വേഗം വെക്കൂ. ഇവൻ വല്ലാണ്ട് ഇരിക്കണ്ട് ഇവിടെ. ടൈമറോടെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വരാൻ തോന്നില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ശബ്ദം ഒന്ന് കുറയ്ക്കാം. നെയ്മറോ? സാറേ പന്തെടുക്കണമെന്ന്. അല്ലേ? യെല്ലോ കാർഡാ? പെനാൾട്ടി അല്ല. സാറിന് പെനാൾട്ടി എന്ന് വിചാരിച്ച് ഫ്രീ കിക്ക് ആയത്. ചെങ്ങായി ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് കളി. ഇപ്പൊ അവനെ ഗോൾ അടിക്കാൻ അരമണിക്കൂർ വേണ്ടി വരും അല്ലേ? അങ്ങനെ ഔട്ടിക്ക് അടിച്ച അരമണിക്കൂർ. നമ്മളെന്തായാലും ഈ കളി മാത്രല്ലേ, ഒരു കളിയുടെ നിങ്ങൾ കളിച്ചിരിക്കണം. എന്നാലേ നമ്മുടെ നമ്മൾക്ക് ഡിവിഷൻക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ. വെറുതെ അല്ലേ? നല്ല കളി, ഇഷ്ടപ്പെട്ടനെ. വല്ലാണ്ട് ഇഷ്ടായി. അവന്റെ ഗെയിം പ്ലേ ആയിക്കോട്ടെ, ടീം അവൻ അങ്ങനെ വെച്ചിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അവനെ നല്ല ടീം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. റൈറ്റ് കാർഡിന് വയ്ക്കാം. കന്നമരോ റൈറ്റ് കാർഡ് ഇട്ടു. എംബാപ്പി എംബാപ്പി വെറുതെ ചാടിയത്. വെയിറ്റിനിരിക്കട്ടെ എന്നൊക്കെ. ഡ്രിബ്ലിംഗ് ആണ് നോക്കിയത്, എത്തില്ല. ഇങ്ങനെ അല്ലാണ്ട് നമ്മളിപ്പോ നാല് ഗോളായില്ലേ? ടിംബർ ഒരു ഗോളെങ്കിലും അടിക്കും വേഗം. പോയി. അങ്ങനെ നമ്മള് ഡിവിഷൻ 6ന്റെ ആദ്യത്തെ കളി തന്നെ നല്ല അസലായിട്ട് തോറ്റിട്ട് മൂടിയിട്ടുണ്ട്. നമ്മളങ്ങനെ അസലായി നന്നായി തോറ്റു. ഇനി നമ്മൾ ഒരു കളിയോടും കളിക്കുന്നുണ്ട്. ഇതെന്തായാലും പ്രൊമോഷൻ താഴ്ത്തിക്കാണോ മേളിക്കാണോ ഒരു ഡൗട്ട് ഉണ്ട്. 50 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കമ്പൈൻ റിവാർഡ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, 5 കളി കഴിഞ്ഞു. ഇത് ഈ 5 നമ്മൾ 2 കളി ജയിച്ചോണ്ട് തന്നെയാണ് ആ ഒരു ഇത് കൂടിയിട്ടുണ്ടായിരുന്നത് ഡിവിഷൻ 6. ഇനി 5 കളി കൂടി ഉണ്ട്. അതെങ്ങനെങ്കിലും നമുക്ക് കൂട്ടണമെന്നുണ്ട്. നമ്മൾ വിചാരിച്ച പറ്റുന്നതന്നെ ഉള്ളൂ, പക്ഷെ നമ്മള് അതിനെ ട്രൈ ചെയ്യുന്നില്ല. എന്തായാലും അടുത്ത ടീം ഒന്നുമില്ല. ഇനി അടുത്ത ടീം വന്നിട്ട് കാണാം. ഓക്കെ, ലൈറ്റ് ഒക്കെ ഓണാക്കി. ഡേവിലോ ഏതാ ടീം? സെറ്റ് ടീമാവും ഇത്, ഉറപ്പാണ്. എന്റെ ടീം റെഡിയാണ്. ഇനി നമ്മുടെ മഞ്ഞ ജേഴ്സി കളിക്കാം. ഏതൊരു ടീം പറയുന്നത്? ഓ ഗൈസ്, കൊള്ളാം. സെറ്റ് ടീമാണ്. നെയ്മർ ഉണ്ട്, ബാറ്റിസ്റ്റൂറ്റ ഉണ്ട്, പൈക്കാട് ഉണ്ട്, നല്ല കളിയാണ്. ലമിൻ യമാലുണ്ട്. യമാലിന്റെ പുതിയ പാക്കാണുള്ളത്.
കണ്ടിട്ടില്ല കഥ. അപ്പോ എഗെയിൻ നമ്മുടെ രണ്ടാമത്തെ കളി ജയിക്കോ തോൽക്കോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ കാണാം. സോ ലെറ്റ്സ് സീ. മുടി ഗൈസ് ഭ്രാന്തിരിക്കുന്നുണ്ടേ. മുടി വെട്ടാറായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ അടുത്തൊന്നും വെട്ടൂല, കുറച്ച് കഴിയിട്ടൊക്കെ കാത്തു വെക്കാണ്. പന്തെടുത്തിട്ടുണ്ട്. കൊണ്ടുപോവോ അല്ലേ? അവന്റെ പെപ്പാണ് അവന്റെ മാനേജർ. റൗളാണിത്. എംബാപ്പി ബാക്ക് എടുക്കാം. വിളിക്കാം. ഹേ ഗൈസ്, ആകാശവാണി നന്നായിട്ട് കടിയായിരുന്നു. സാരല്ല, കുയിച്ചിനെ ഉണ്ടാവാം. ടിംബറെടുത്ത് പന്തെടുക്ക്. റൗളാണിത്. റൗള് എടാ. എന്ത് അടിപൊളി ക്രോസ് വയ്ക്കാം. പോസ്റ്റിക്ക് നോക്കിയായിരുന്നു. ഞാൻ ക്രോസ് വെച്ചിട്ടാണ് അങ്ങനെ നോക്കിയത്, പക്ഷെ ഒത്തില്ല. ഫസ്റ്റ് ഗോൾ ഒന്നിൽ പിഴച്ച് നമ്മൾ രണ്ടിന് പിടിക്കും. അതാണ് ഞാന്. എടുക്കടാ, ഇങ്ങോട്ടാ. ഈ സെലിബ്രേഷൻ ഇട്ടാ. ഇട്ടോ ഇത് ആരും ഇരിക്കില്ല. സെലിബ്രേഷൻ ഇട്ടോ. അത്രേ ഉള്ളത്. സെറ്റ് ഗോളാണത്. ഒരു അടിപൊളി ഉണ്ടാവും. വില്യം സലിബയുടെ കാലിന്റെ മുകളിൽ കൂടെ ഒക്കെ നമ്മൾ എടുത്തത്. കീപ്പിംഗ് ഇതിനുള്ളൂ. അത്രേ ഉള്ളൂ. ക്ലിയർ ചെയ്യാം. സാറില്ല. നമ്മളിങ്ങനെയുള്ള കളിയൊക്കെ ക്ലിയർ ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഗോൾ അടിച്ചു വിടുക, അല്ലെങ്കിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക. ബ്രസീലൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തായാലും തോക്കും. വേറെ കാര്യം. കണ്ണവരോ, റൈക്കാർഡ്, റൗള് ഉണ്ട്. റോബർട്ട്സ് എടുത്തു. റോബർട്ട്സൺ വരാന്. ക്ലിയർ. കുയിറ്റ്. സനിറ്റീവ്. എടാ നാട്ടിൽ നാണക്കേട്. എംബാപ്പെ. റൗള്. എംബാപ്പിക്ക് വെക്കാം. എംബാപ്പി മണ്ടിക്കോ. ടിംബർ. ഏ
എന്തിനാ കാട്ടി വെറുതെ ശേ നമ്മുടെ രണ്ടാമത്തെ ഗോള് റൗളിനെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. സെറ്റ് ഗോളാണ്. അപ്പോ എന്തടി കീപ്പറിന്റെ മട്ടത്തിലൊക്കെ ചില പ്ലേയേഴ്സ് ഉണ്ട് സെക്കൻഡ് ഹാഫ് അമ്മമാര് വല്ലാത്ത കളി എടുക്കും. നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. പക്ഷെ പ്രഷർ ചെയ്യാം. ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. റെഡ് ഡേവിൽ 0 ആണ്. ഫസ്റ്റ് ഹാഫ് 2-0 യെസ്, നമ്മള് നേരത്തെ കളി തോറ്റെങ്കിൽ ഈ കളി പിടിച്ചു. നമുക്ക് പ്ലേയേഴ്സിന്റെ ഫോം ഒന്ന് നോക്കാം. ലെക്സിസ് മിക്ക നല്ല ഫോമാണ്. വൈകുന്നേരം അതല്ല ഏതൊരു ടീമിന്റെയോ ആ സെറ്റ് റെഡിയാണ് അല്ലേ? ചോദിക്കാം. മാച്ചപ്പ് മോർ ആൻഡ് മോർ. മാച്ചപ്പ് ഒന്ന് പ്രഷർ ആയിപ്പോ. ആർക്കും ശ്രദ്ധിച്ചിരുന്നു ചെക്കും അറിയില്ല. എന്ത് വരവാടാന്മാരൊക്കെ. ടിംബറാണ് ഷൂട്ട് ചെയ്തേക്കാം. 1 റോബർട്ട്സൺ. ടിംബറെ ആടാ ഇത്രേ ഉള്ളൂ. പന്തിൽ കൊയ്ത്തേ കുടിക്കാൻ പാടില്ല. അസാഡ് പിന്നെ സാലിബ. കുയിറ്റെടുക്ക്. റൗളെ വിഴല്. നമ്മുടെ മിസ്സാണ്. നമ്മള് കൊറേ അവിടെ വൈക്കി വീണോണ്ടാണത് അതങ്ങനെ ആയത്. നമ്മൾ അടുത്ത കളി പിടിക്കും. ഇനിയുള്ള കളിയൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ഗോൾ അടിച്ച്. നോ ഗോളാണോ? ഹേ ബച്ചാ, ഗോളല്ലേ? ഗോളല്ലേ? ഞാൻ ഗോൾ വെച്ചിട്ട് അങ്ങനെ ഇരുന്നേ. ആകാശവാണി അടിക്കല്ലേ, ഞാൻ തരുണ്ടിക്ക്. റൗളാണ്. റൗള് ഒന്ന് വേഗം വരൂ. കില്ലേ ഹെറ്. എന്താ സ്കിപ്പ് അടിച്ചാ? ഫോർഫീറ്റ് അടിച്ച ഡൗട്ട് ഉണ്ടെക്ക്. അല്ലേ, ഫോർഫീറ്റ് അടിച്ചിട്ടുണ്ട്. അതോ നമ്മുടെ നെറ്റിന്റെ പ്രശ്നമാണ്? അല്ലല്ലോ, ഫോർഫീറ്റ് അടിച്ചുകൊണ്ടവൻ. കളി കഴിഞ്ഞോ? ഫോർഫീറ്റ് അടിച്ച ഡൗട്ട്. നോക്കട്ടെ ഗൈസ്. അല്ലേ, ഫോർഫീറ്റ് അടിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ പേടിച്ചോണ്ട് അവൻ ഫോർഫീറ്റ് അടിച്ചാവും, അല്ലെങ്കിൽ എന്റെ കണക്ഷൻ പോയതാവും. തരും നമ്മൾ ഈ കളി ജയിച്ചിട്ടുണ്ട് 2-0. സോ നമ്മൾ ഫസ്റ്റ് കളി നല്ല അസലായിട്ട് മുജീനും സെക്കൻഡ് കളി നമ്മൾ പിടിച്ചു. ഡിവിഷൻ 6 നമ്മളിപ്പോ റിമൈനിങ് ആയിട്ടുള്ളത് ഇത്രയും ഭാഗങ്ങളാണ് റിമൈനിൽ വന്നിട്ടുള്ളത്. റിമൈനോട് പകുതികളൊക്കെ ഫില്ലാക്കി. ഇനി അടുത്ത പകുതി ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോന്റെ ലെങ്ത് നമ്മൾ അത്രത്തോളം കൂട്ടാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങള് ആരൊക്കെ എത്ര നേരം ഇവിടെ നിന്ന് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പൊ ഇതേമാതിരി തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതിനാണ്. അപ്പൊ നാളെ ഞാന് ഡിവിഷൻ 5 എത്തിക്കണം. നമ്മൾ ഡിവിഷൻ 6 അല്ലേ ആണിപ്പോ. പക്ഷെ നമ്മൾ ഡിവിഷൻ 6 പകുതി എത്തിച്ചിട്ടുണ്ട് റിമെയിൻ. നമ്മള് നാളെ ഈ കളി മൊത്തം, അതായത് ഡിവിഷൻ 5 എത്തിക്കണ വരെ നമ്മൾ നാളെ മൊത്തം ഇരുന്ന് കളിക്കാവും. അപ്പൊ നിങ്ങൾക്ക് ആ നാളത്തെ കളി വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.
അപ്പോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഞാന് വേറൊരു കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മെയിൻ ചാനലായ അമർ വ്ലോഗില് ഒരു വീഡിയോ വരുന്നുണ്ട് ഈ ഒരു മാസമായിട്ട്. നിങ്ങളിതിന് സ്റ്റേ ട്യൂൺ ആവണം. പിന്നെ അതിനെ പറയുള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവരും നമ്മുടെ ഈ ഒരു പെസ് ഗെയിം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീട്ടിൽ നിന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതന്നെയാണ്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.